എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചില്ലി ചിക്കൻ റെസിപ്പിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ ഇത് നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ചില്ലി പേസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സൂപ്പർ ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ചിക്കൻ ബ്രസ്റ്റ് പീസോ അതുപോലെ ചിക്കൻ തൈസിൻ്റെ ബോൺലെസ് ആയിട്ടുള്ളതോ എടുത്ത് നമുക്ക് ഇത് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, ഉപ്പ്, ചില്ലി പേസ്റ്റ് ആണിത്. ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഒരല്പം പെപ്പർ ഇടാം, പിന്നീട് മുട്ട, ഒലിവ് ഓയിലാണിത്. പിന്നീട് അതിലേക്ക് മൈദയോ കോൺഫ്ലവറോ അരിപ്പൊടിയോ ഏതാണോ കയ്യിലുള്ളത് അതിടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഈ അരിപ്പൊടി ഇടുന്നത് കൊണ്ട് നമ്മൾ വറക്കുമ്പം കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ ചില്ലി പേസ്റ്റ് നല്ല എരിയും ഒക്കെ കൊടുക്കും. ചില്ലി പേസ്റ്റിനകത്ത് ഓൾറെഡി നമ്മൾ വിനെഗർ ചേർക്കുന്നത് കൊണ്ട് ലെമൺ ജ്യൂസ് ഇനി ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് നല്ലത്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഇസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. പുളി കുറവാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി നാരങ്ങാ നീരും കൂടെ ഒഴിക്കാം. അതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. 1 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. നമുക്ക് എണ്ണ ഒഴിക്കാം. ആദ്യം ചിക്കൻ ഒന്ന് വറക്കണം. എണ്ണ ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ റെസിപ്പിയാണിത്. ഇത്തിരി എളുപ്പമാണല്ലേ. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കതിനെ മാറ്റിയെടുക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള അത് അരിഞ്ഞതിന് ശേഷം ഒന്ന് വിടർത്തിയിടണം. ഇതിൻ്റെ കൂടെ തന്നെ ഈ ഉള്ളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ വറുത്തിടാം. തൽക്കാലം വേണ്ടി ക്യാപ്സിക്കം ഇല്ലാത്തത് കൊണ്ടാണ് ഈ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളി നല്ലപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയും വറുത്ത് വെച്ചു. ഇനി നമുക്ക് ആ ഒരു തവയിലോട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണ ഒഴിക്കാം. ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി പേസ്റ്റ് ഇടാം. തീ കുറച്ച് വെക്കണം, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും ആ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്ത് സിമ്പിൾ റെസിപ്പിയാണെന്ന് നോക്കി. വളരെ സിമ്പിളായിട്ടുള്ള ചില്ലി ചിക്കൻ റെഡിയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തങ്ങ് എടുത്താൽ മതി. സ്പൈസ് അനുസരിച്ച് നമുക്ക് ചില്ലി പേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ചില്ലി ചിക്കൻ റെഡിയാണ്. പാത്രം ഒന്ന് ടിൽറ്റ് ചെയ്താൽ എക്സ്ട്രാ ഓയിലെല്ലാം അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.